സ്ത്രീകൾക്കാവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഒരു കുടക്കീഴിൽ മികച്ച ക്വാളിറ്റിയിൽ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നു. ബി ഫാഷൻ, ലേഡീസ് ഇന്നർവെയർ ആൻഡ് റെഡിമെയ്ഡ്സ്, TP കോംപ്ലക്സ് നിയർ PK ഗോൾഡ്, പൂക്കോട്ടുംപാടം. പൂക്കോട്ടുംപാടം കാറ്റാടിക്കടവ് മലയോര ഹൈവേയുടെ ഉദ്ഘാടനം 23-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും. അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 55.89 കോടി രൂപ ചിലവിലാണ് പൂക്കോട്ടുംപാടം തമ്പുരാട്ടിക്കല്ല് റീച്ചിലെ 1-ാം ഭാഗമായ കാറ്റാടിപ്പാലം വരെയുള്ള ഹൈവേയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചത്. ഈ പാതയോടൊപ്പം തന്നെ പൂക്കോട്ടുംപാടം മൈലാടി മലയോര ഹൈവേയുടെയും പൂക്കോട്ടുംപാടം കാളികാവ് മലയോര ഹൈവേയുടെയും നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 3 ഹൈവേയുടെയും സംഗമ കേന്ദ്രം പൂക്കോട്ടുംപാടമായതിനാൽ അമരമ്പലം പഞ്ചായത്തിന് മികച്ച നേട്ടമാണ് ഉണ്ടായതെന്നും പ്രസിഡന്റ് പറഞ്ഞു. കാറ്റാടി മലയോര ഹൈവേയുടെ റീച്ചിന്റെ ഉദ്ഘാടനം ഈ വരുന്ന 23-ാം തീയതി ഞായറാഴ്ച 3 മണിക്ക് പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ വെച്ച് നടക്കുകയാണ്. ആ വിവരം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. അമരമ്പലം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷമുള്ള ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ് ഈ ഉദ്ഘാടനത്തെ നോക്കിക്കാണുന്നത്. മലയോര ഹൈവേയുടെ 3 റീച്ച് വന്ന് സംഗമിക്കുന്നത് നമ്മുടെ പൂക്കോട്ടുംപാടം ടൗണിലാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് മന്ത്രി മുഹമ്മദ് റിയാസ്, പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസാണ് ഈ ഉദ്ഘാടനത്തിന് വരുന്നത്. അതുപോലെ തന്നെ കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ മിനിസ്റ്ററും നമ്മുടെ രാജ്യസഭ MP വഹാബാക്ക, പ്രിയങ്ക ഗാന്ധി എല്ലാവരും പങ്കെടുക്കുന്ന ഒരു വലിയ ചടങ്ങായിട്ട് തന്നെയാണ് ഇതിനെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പരിപാടിയിലേക്ക് ഏകദേശം ഒരു 57.89 ലക്ഷം രൂപയോളം ചെലവഴിച്ചിട്ടാണ് ഈ റീച്ചിന്റെ പൂർത്തീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ പൂക്കോട്ടുംപാടം മൈലാടി റീച്ച് അതിന്റെ പ്രവൃത്തി ഏകദേശം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പൂക്കോട്ടുംപാടം കാളിയാവ് റീച്ച് അതിൻ്റെയും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മുടെ പശ്ചാത്തല മേഖലയെല്ലാം റോഡ് ഗതാഗത യോഗ്യമാക്കുക എന്നാണ് പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നത്. എന്താണെങ്കിലും സംസ്ഥാന സർക്കാർ ഈ അമരമ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പദ്ധതികൾ കൊണ്ടുവരാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് ഇന്ന് ഒരു ഇരട്ടി മധുരം തന്നെ പറയാം. നമുക്ക് നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് 1,19 ലക്ഷം രൂപയായിരുന്നു നമുക്ക് ഫണ്ട് ഭൂമി ഏറ്റെടുക്കാൻ അനുവദിച്ചിരുന്നത്. എന്നാൽ നമുക്കത് ഇന്നലെ അതിന്റെ 3 ഇരട്ടി പൈസ അത് ഭൂമി ഏറ്റെടുക്കുന്നതിന് അന്നത്തെ ഫെയർ വാലിയാണ് അന്ന് സർക്കാർ അനുവദിച്ചിട്ടുള്ളായിരുന്നു. എന്നാൽ ഇന്നത്തെ ഫെയർ വാലി വെച്ചിട്ട് 3,95 ലക്ഷം രൂപയോളം നമുക്ക് അതിന് അപ്രൂവ് ആയിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അത് ആ ഭൂമി തന്ന ഉടമക്ക് ആ പൈസ കൈമാറി നമുക്ക് കോളേജിന്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് ആക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും അതുപോലെ തന്നെ നമുക്കറിയാം, ലൈഫ് ഭവന പദ്ധതി കേരളത്തിലെ ഏറ്റവും വീട് കൊടുക്കാൻ പഞ്ചായത്തിന് സാധിച്ചു. എന്താണെങ്കിലും ഈ ഉദ്ഘാടനം നല്ല രീതിയിൽ നമ്മളെല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ലൊരു പരിപാടി, നാടിൻ്റെ ഒരു ആഘോഷമാണ് ഈ മലയോര ഹൈവേ പൂക്കോട്ടുംപാടത്ത് വന്നതിന് ശേഷം. പ്രത്യേകിച്ച് നമുക്കറിയാം 1200 കിലോമീറ്ററോളം നീളമുള്ളതാണ് മലയോര ഹൈവേ. അതിൽ പൂക്കോട്ടുംപാടം ടൗണിലാണ് നമുക്ക് 15 മീറ്റർ ആക്കാൻ നമുക്ക് സാധിച്ചത്. വേറെ എവിടെയും അത് 15 മീറ്റർ മലയോര ഹൈവേ ആക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. എന്നാൽ പൂക്കോട്ടുംപാട ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി ചടങ്ങിൽ 2.3 കോടി രൂപ ചിലവഴിച്ച് നവീകരണം പൂർത്തീകരിച്ച കരുളായി പഞ്ചായത്തിലെ മൈലമ്പാറ ടൗണിന്റെയും റോഡിന്റെയും ഉദ്ഘാടനവും നടക്കും. പൂക്കോട്ടുംപാടം ഗുഡ്വിൽ സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ കായിക, വഖഫ്, ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ, വയനാട് MP പ്രിയങ്ക ഗാന്ധി, രാജ്യസഭാംഗം PV അബ്ദുൽ വഹാബ് MP എന്നിവരും പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ, വൈസ് പ്രസിഡന്റ് O അനിത രാജു, സ്ഥിരം സമിതി അധ്യക്ഷൻ K അനീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.